JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 ഷിഫ്റ്റ് 2-ലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. 10ാമത്തെ ചോദ്യം നമ്മൾ നോക്കുന്നു. തന്നിരിക്കുന്ന ഒരു റിയാക്ടൻ്റ് ഇവിടെ ഒരു ഡൈബ്രോമോ ഡെറിവേറ്റീവ് ആണ്. ഈ ഡൈബ്രോമോ ഡെറിവേറ്റീവിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ HBr ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ മാർക്കോണിക്കോവ് റൂളിൻ്റെ കോൺസെപ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ ആവശ്യമാണ്. ആദ്യമേ നമുക്ക് ഈ റിയാക്ടൻ്റ് എന്ന് എഴുതി നോക്കാം. നമ്മുടെ റിയാക്ടൻ്റ് ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. സോ വി ഹാവ് എ റിയാക്ടൻ്റ് ലൈക്ക് ദിസ്. ഇവിടെ 2 Br ബ്രോമിൻസ് ഉണ്ട്. ഇവിടെ ഒരു ഈത്തൈൽ ഗ്രൂപ്പും ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പും ഉണ്ട്. നമ്മൾ സിങ്കുമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാം. സിങ്ക് 2 ബ്രോമിനെ എടുത്തുകൊണ്ടെങ്കിൽ സിങ്ക് ബ്രോമൈഡായി മാറും. So a zinc bromide will be eliminated. ZnBr2 will be eliminated, leading to the formation of an alkene. ഒരു ആൽക്കീൻ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഈത്തൈൽ ഗ്രൂപ്പും ഇവിടെ നമ്മുടെ മീത്തൈൽ ഗ്രൂപ്പും ഉണ്ട്. ഇയാളുടെ മുകളിലേക്ക് ഞാൻ ആരെ ആഡ് ചെയ്യും? HBrനെ ആഡ് ചെയ്യും. HBrനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ H+ അയോൺ ആണ് ആഡ് ആവുക. സോ H+ അയോൺ ആഡ് ആവുന്ന സമയത്ത് ഒരു കാർബോ കാറ്റയോൺ ഉണ്ടാവും. മാർക്കോണിക്കോവ് റൂളിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ H+ അയോൺ ആഡ് ആവുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും കാർബോകാറ്റയോൺ ഉണ്ടാവുക എന്നറിയോ? ഇങ്ങനെ ഒരു കാർബോകാറ്റയോൺ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു കാർബോകാറ്റയോൺ ഉണ്ടാവും. ഈ കാർബോകാറ്റയോൺ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഇങ്ങോട്ട് റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കും. സോ ആഫ്റ്റർ എ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്ന ശേഷം ഇങ്ങനെ ഒരു കാർബോകാറ്റയോണായി ഇയാൾ റീഅറേഞ്ച് ചെയ്യപ്പെടും. ശേഷം ഫൈനലി Br അവിടേക്ക് ആഡ് ആവുന്നു. Br അവിടേക്ക് ആഡ് ആവുന്ന സമയത്ത് നമുക്ക് ഫൈനലി ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. വെൻ Br മൈനസ് ആഡ് ടു ദിസ് കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോണിലേക്ക് Br മൈനസ് ആഡ് ആവുന്ന സമയത്ത് ഈ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മളിവിടെ എത്തുക ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചില ഡൗട്ടുകളുണ്ടാവും. സാർ, എന്തുകൊണ്ടാണ് കാർബോകാറ്റയോൺ ഇവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇവിടെ കാർബോകാറ്റയോൺ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നേരെ മറിച്ച് ഇവിടെ കാർബോകാറ്റയോൺ ഉണ്ടായിട്ട് ഇങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് നടന്നുകൂടെ? നടക്കാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോസ് ഇവിടെയായിരുന്നു കാർബോകാറ്റയോൺ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയായിരുന്നു കാർബോകാറ്റയോൺ ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രൈഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി എന്ന് വിചാരിക്കുക. ഇവിടെ കാർബോകാറ്റയോൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് 6 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ്, അതായത് 6 ആൽഫ ഹൈഡ്രജൻ ഹൈപ്പർ കോൺജുഗേഷൻ വഴി നമ്മുടെ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതേസമയം കാർബോകാറ്റയോൺ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ, ഇവിടെയും 2 ആൽഫ ഹൈഡ്രജൻ. ഓവറോൾ നമുക്ക് 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. നേരത്തെ 6 ഉണ്ടായിരുന്നു, ഇവിടെ 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടിയില്ലേ? അപ്പോൾ ഇതാണ് പ്രിഫേർഡ് കാർബോകാറ്റയോൺ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ്. പ്രിഫേർഡ് കാർബോകാറ്റയോണും അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റും ഇങ്ങനെയാണ്. ഈ കാർബോകാറ്റയോണിലേക്ക് ഇവിടേക്ക് Br മൈനസ് ആഡ് ആവുന്നു ആൻഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ് വിൽ ബി ഓപ്ഷൻ 2 ഹിയർ. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും വരും. 2 ഇസ് ദ റൈറ്റ് ആൻസർ.